അപ്പോൾ ഞങ്ങൾ ആപ്പിൾ വാലിയിലേക്ക് എത്തുക. നമ്മൾ കുതിരകളിങ്ങനെ പോണു. സൈഡിൽ ഫുൾ ആപ്പിൾ തോട്ടങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ആപ്പിൾ സീസൺ അല്ല എന്നുള്ളതാണ് എൻ്റെ പരിമിതി. അപ്പോൾ ആപ്പിളൊക്കെ കാണുന്നതൊക്കെ പ്ലാസ്റ്റിക് ആപ്പിൾ നമ്മളെ പിടിച്ചിറക്കി നമ്മളെ അവിടുന്ന് എന്താ പറയുക സാധനം വാങ്ങിപ്പിക്കുന്ന തന്ത്രം മാത്രമാണ്. അത് ആപ്പിളല്ല, ആപ്പിൾ സീസൺ അല്ല ഇപ്പോൾ. ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവർ ഇവിടെ വണ്ടി എടുത്ത് പറയുന്നുണ്ട്, പുള്ളി പരിചയമുള്ള എവിടെ നിർത്താൻ പോവുക. ഇപ്പോൾ ആപ്പിൾ സീസൺ അല്ലാത്തത് കൊണ്ടായിരുന്നു. നോക്കൂ എത്ര ക്ലിയറാന്ന് നോക്കിയാൽ അന്തരീക്ഷം, ക്രിസ്റ്റൽ ക്ലിയർ അന്തരീക്ഷം. യെസ്, This is walnut trees and go to inside of apple orchards. Okay. Okay. Apple Valley. It's a big one garden. ഓക്കെ. ഇത്രയും ഇറങ്ങി കേട്ടോ. നമ്മളങ്ങനെ ആപ്പിൾ പോലെ എത്തി. ഈ നിൽക്കുന്നത് ആണ് വാൽനട്ട് മരങ്ങൾ. നമ്മൾ കണ്ടല്ലോ വാൽനട്ട്, ലോകത്തെ ഏറ്റവും നല്ല നട്ട്സ് ഒന്നാണെന്നാണ് പറയുക. അപ്പോൾ അത് വാൽനട്ടാണ്, ഇവിടെ ആപ്പിളാണ്. പക്ഷേ ഇപ്പോൾ ആപ്പിൾ സീസൺ അല്ല, അതുകൊണ്ട് നമുക്ക് ആപ്പിൾ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. ഓഗസ്റ്റിൽ ആപ്പിളിൻ്റെ കൾട്ടിവേഷൻ അത് കഴിഞ്ഞപ്പോൾ ആപ്പിൾ പൂത്തിരിക്കുന്ന സമയമാണ്. ഇത് ആപ്പിളാണോ? ആപ്പിൾ ഇതാണ്, പക്ഷേ ആപ്പിൾ ഇപ്പോൾ ഇല്ല, കാരണം ഇപ്പോൾ ആപ്പിൾ സീസൺ അല്ല എന്നുള്ളതുകൊണ്ട്. അതാണ് ആപ്പിൾ ഫാം. അങ്ങനെ ആപ്പിൾ Kerala. All of the big trees are walnuts. Walnuts. Okay. Season? Apple season. Of harvesting season of walnut is month of September, October. September. Apple. Apple is now ready for first quality. Here is 9 qualities of variety. Apple. Oh, 9 qualities. All seasons are there, eh? First quality ready for harvesting month of August. Okay. And after that September, October, last November. Okay. That's Full chapter will be last November. Okay. And after that December will come, the winter will also come. So will be come in the month of December. Okay. Thank you. Thank you, sir. എല്ലാവരും ഫോട്ടോ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുക. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി തകർത്തുകൊണ്ടിരിക്കുക എല്ലാവരും. അവിടെ ആരുടെയാ? എനിക്ക് വയ്യ. അവിടെ ഇരുന്ന് ഒരമ്മ മകൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ആപ്പിളിലൊക്കെ പൊക്കമുണ്ടോ? എന്ത് ചെയ്യാനാ? ആപ്പിൾ തോട്ടത്തിലൂടെ, ആപ്പിളില്ലാത്ത ആപ്പിൾ തോട്ടത്തിലൂടെ ഒന്ന് നടന്നു നോക്കാം. നോക്കൂ, ആകെ പച്ചപ്പാണ്. ശരിക്കും നമ്മുടെ കേരളം വിട്ടാലേ ഇത്രയും പച്ചപ്പുള്ള കാശ്മീരിലുള്ളതാണ് പറയാം. അതുപോലെ ഇവിടെ ഇങ്ങനെ ആകെ പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. ഇവിടെ എന്തൊക്കെയോ കാട്ടുചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ അപ്പൂപ്പത്താടി കണ്ടു, അതുകൊണ്ട് ഇങ്ങ് വന്നതാ. അപ്പൂപ്പന്താടിയിൽ ഉപ്പിട്ട് വെക്കണ ചെപ്പടി വിദ്യ കാണാം. അപ്പൂപ്പന്താടി ആണോ? നമുക്ക് തട്ടി നോക്കിയാലോ. അതാ നോക്കൂ, വിജനമായ ഒരു പ്രദേശം കേട്ടോ. ശരിക്കും സീസണിലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിന്നേനെ ആപ്പിൾ. പക്ഷേ ആപ്പിൾ മുട്ടിട്ടുണ്ട്, പൂക്കൾ കണ്ടോ? ആപ്പിളിലെ പൂക്കൾ, മുട്ടുകൾ, അത് രസമല്ലേ അല്ലേ? നമുക്ക് ഏതായാലും ആപ്പിളിൻ്റെ അത് മുട്ട, ഇത് പൂത്ത് നിൽക്കുന്നു. ഇതാ പൂ ഇവിടെ ഉണ്ട്. ആപ്പിളിൻ്റെ പൂവാട്ടോ. നമുക്ക് കാണാൻ കഴിച്ചില്ലെങ്കിലും പൂവിലും കാണാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ ആപ്പിൾ പൂവും കണ്ടു. ആപ്പിളിൻ്റെ ചെറിയ കുഞ്ഞു കായകളാണ്. ചെറിയ കായകളെ കണ്ട് മടങ്ങി പോവാം. എന്ത് ചെയ്യാൻ, പ്രാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഫ്രഷായ ആപ്പിൾ പറിച്ച് കഴിക്കാനുള്ള വിധിയില്ലെന്ന് തോന്നുന്നു. തിരിച്ചു പോയേക്കാം. കൊള്ളാം. ഇവിടെ പറഞ്ഞൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ആപ്പിളുകൾ ഈ കോമ്പൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആപ്പിൾ വാലി എന്താ പേര്. ഇവിടെ ചെറിയ നിൽക്കുന്നത്. കയറിയേക്കാം. ആപ്പിൾ തോട്ടത്തിൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ്. പുതിയ അതിഥികൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ വാലിയിൽ നിന്നും മടങ്ങുകയാണ്. അതാ അവിടെ ഒരു കുതിരവണ്ടി കടന്നു പോകുന്നു. ആപ്പിൾ വാലിയിൽ നിന്ന് നേരെ ഇറങ്ങി തിരിച്ച് വീണ്ടും ആപ്പിൾ വാലിയിൽ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും പഹൽഗാമിലേക്കുള്ള യാത്ര തുടരുക. അപ്പോൾ ഒരു യൂ ടേൺ എടുക്കാൻ വേണ്ടി ഒന്നും വേണ്ടി റിവേർട്ട്, വണ്ടി പുറകോട്ട് പോകുന്നതല്ല, വണ്ടി ഒന്ന് യൂ ടേൺ എടുക്കാൻ വേണ്ടി റിവേർട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് റിവേഴ്സ് എടുത്ത് ആപ്പിൾ വാലിയിലെ മനോഹരമായ ആപ്പിൾ തോട്ടങ്ങളും സുന്ദരമായ പ്രകൃതിയും കണ്ട് യാത്ര തുടരുകയാണ്.
ഇനിയുമുണ്ട് ഏകദേശം 20 കിലോമീറ്റർ കൂടി പെഹൽഗാമിലേക്ക്. ദൂരെ നമുക്ക് കാണാം വീണ്ടും മഞ്ഞ് മൂടിയതും അല്ലാത്തതുമായ നീലനിറമാർന്ന മലനിരകൾ. മലനിരകൾക്ക് മുകളിൽ അതിൽ കൂടുതൽ നീലനിറമാർന്ന ആകാശവും വെണ്മയാർന്ന മേഘശകലങ്ങളും. റോഡിന് ഇരുവശവും നമ്മൾ കാണുന്നത് ആപ്പിൾ തോട്ടങ്ങൾ തന്നെയാണ്. ഈ ആപ്പിൾ തോട്ടങ്ങൾക്കിടയിൽ നമുക്ക് കാണാം ചില വയലുകൾ. അവിടെ ഇഷ്ടംപോലെ കടുക് പൂത്ത് നിൽക്കുന്നുണ്ട്. ദൂരെ വീണ്ടും മഞ്ഞ് മൂടിയ മലനിരകൾ. ഈ മഞ്ഞ് മൂടിയ മലനിരകൾ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലല്ലേ. ഹിമാലയം നമ്മൾ കേട്ടുള്ള അല്ലാതെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു അസാധ്യ ഫീലുണ്ട്. ഇരുവശവും ഇപ്പോൾ കാണുന്നത് കടുക് പാടങ്ങളാണ്. ഈ കടുക് പൂത്ത് നിൽക്കുന്ന ഈ വയലെ കാണുമ്പോൾ ഒരു പഴയ പാട്ടൊക്കെ ഓർമ്മ വരും അല്ലേ. ദിൽവാലെ ദുൽഹനിയ ജയ ജായകയിലെ ആ പാട്ടില്ലേ, തുഛേ ദേക്കാ തോയേ ജാനാ സനം അല്ലേ. അങ്ങനെ യാത്ര നമ്മൾ ചെറിയൊരു ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നു. ഇരു സൈഡിലും വീണ്ടും മരങ്ങളുടെ ഒരു നിറച്ചാർത്ത് എന്ന് തന്നെ പറയാം. വീണ്ടും ദൂരെ മലനിരകൾ. വീണ്ടും പറയട്ടെ, മഞ്ഞുമല കാണുമ്പോൾ ക്യാമറ അങ്ങോട്ട് തിരിയും. അതുപോലെ കടുക് പാടങ്ങളും. സത്യം പറഞ്ഞാൽ വഴിക്കകത്ത് തിരക്കില്ല. കാരണം ഞങ്ങളിപ്പോൾ നേരത്തെ ഇറങ്ങുന്നുണ്ടാവാം, അത്ര വലിയ തിരക്കില്ല വഴിയിൽ. വളരെ കാമൻ ക്വയറ്റായ ഡ്രൈവ്, ചെറിയ ചെറിയ വാഹനങ്ങൾ. പിന്നെ ഈ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഈ മലമേഖലകളിൽ ചെല്ലുമ്പം പണ്ട് ഷില്ലോങ്ങിൽ പോയപ്പോഴൊക്കെ കണ്ട ഒരു ഓർമ്മയുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന വാഹനം നമ്മുടെ ഈ മാരുതി ഓൾട്ടോ ആണ്. അന്ന് മാരുതി 800 ആയിരുന്നു, ഇപ്പോൾ ഓൾട്ടോ ആണ്. എനിക്കൊന്ന് അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് പോലും, ഈ ഇങ്ങനെയുള്ള മലമേഖലകളിലെ ലോക്കൽ ട്രാൻസ്പോർട്ട് പോലും ഈ ചെറിയ നമ്മുടെ മാരുതി ഓൾട്ടോ പോലുള്ള ചെറിയ വാഹനങ്ങളിലാണ് എന്നത് കാണുമ്പോൾ ഏറെ കൗതുകം തോന്നുന്നു. ലോക്കൽ ട്രാൻസ്പോർട്ട് പൊതുവെ കുറവാണെന്ന് തോന്നുന്നു. കൂടുതലും ഇങ്ങനെയുള്ള വാഹനങ്ങൾ. പിന്നെ മറ്റു ചില ഭാഗങ്ങളിൽ നമ്മൾ സ്കോർപിയോ പോലുള്ള വാഹനങ്ങളും കാണാം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ട്. വലിയ ബസ്സുകൾ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. ഒരു പക്ഷേ ഈ വലിയ കയറ്റങ്ങളൊക്കെ കയറി പോകുന്നതിനുള്ള വലിയ വാഹനങ്ങളുടെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ അവയുടെ ഒരു കുറവ് കൊണ്ടാവാം ലോക്കൽ ട്രാൻസ്പോർട്ടിന് അവ ഉപയോഗിക്കാത്തത്. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ, അതായത് 7000 അടി അധികം ഉയരത്തിലാണ് പെഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന അമർനാഥ് യാത്രയുടെ തുടക്കം പെഹൽഗാമിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ചന്ദൻവാലിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പെഹൽഗാം എന്ന വാക്കിൻ്റെ അർത്ഥം ഇടയന്മാരുടെ ഗ്രാമം എന്നാണ്. പെഹൽഗാമിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ചരിത്രവുമുണ്ട്. വിവിധ രാജവംശങ്ങളും ഭരണാധികാരികളും ഈ പ്രദേശം അടക്കി വാണിട്ടുണ്ട്. നിയോലിത്തിക് യുഗം മുതൽ ഇവിടെ മനുഷ്യവാസമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. 14ാം നൂറ്റാണ്ട് വരെ ഹിന്ദു രാജാക്കന്മാരുടെ കീഴിലായിരുന്നു പെഹൽഗാം. 1346 മുതൽ മുഗൾ ഭരണകാലം ഇവിടെ ആരംഭിക്കുന്നു. 1586 മുഗൾ ചക്രവർത്തിയായ അക്ബറും കാശ്മീരും പെഹൽഗാമും തൻ്റെ സാമ്രാജ്യത്തോട് ചേർത്തു. ഇവിടുത്തെ പ്രകൃതി ഭംഗി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അക്ബർ ഇതിനെ തൻ്റെ ഇഷ്ട വേനൽക്കാല വസതിയായി മാറ്റുകയായിരുന്നു. 18ാം നൂറ്റാണ്ടിൽ അഹമ്മദ് ഷാ ദുറാനിയുടെ അധിനിവേശത്തെ തുടർന്ന് ഇത് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമായി. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രഞ്ജിത് സിംഗ് ഇത് സിഖ് സാമ്രാജ്യത്തോട് ചേർത്തു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയും അവർ ഇതൊരു പ്രധാന ഹിൽ സ്റ്റേഷനായി വളർത്തുകയും ചെയ്തു. ഹിന്ദു പുരാണങ്ങളുമായി അഭേദ്യ ബന്ധമുള്ള സ്ഥലമാണിത്. പുരാതന മുനിയായ കശ്യപനുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലമെന്നും സന്യാസിമാരും ഋഷിമാരും തപസ്സനുഷ്ഠിച്ച് ആത്മീയജ്ഞാനം കണ്ടെത്തിയ സ്ഥലമെന്നും വിശ്വസിക്കപ്പെടുന്നു. അമർനാഥ് യാത്രയുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് പെഹൽഗാം. ഇവിടം സന്ദർശിക്കുവാനുള്ള ഏറ്റവും ഉചിതമായ സമയം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വേനൽക്കാലമാണ്. ഈ മാസങ്ങളിൽ താപനില 11 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ആയിരിക്കും. ഇത് കാഴ്ചകൾ നടന്നു കാണുവാനും ട്രെക്കിംഗ്, കുതിരസവാരി തുടങ്ങിയ വിനോദങ്ങൾ ആസ്വദിക്കാനും ഏറ്റവും മികച്ചതാണ്. അമർനാഥ് യാത്രാ സീസണായ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ അമർനാഥ് യാത്രയ്ക്കായി ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന സമയമാണ്. ഈ സമയത്ത് പതിവിൽ കൂടുതൽ തിരക്ക് പെഹൽഗാമിൽ അനുഭവപ്പെടാറുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്
ഏറ്റവും മനോഹരമായ ഇവിടുത്തെ കാലാവസ്ഥ. ഈ സമയത്താണ് നമ്മുടെ കുങ്കുമപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് കാണാൻ കഴിയുന്ന സമയവും. ഇനിയുള്ളത് ഡിസംബർ മാർച്ച് മാസം വരെയുള്ള കാലത്തിലുള്ള മഞ്ഞുകാലമാണ്, ശീതകാലം. ഈ സമയത്ത് മഞ്ഞ് വീഴ്ചയും തണുപ്പേറിയ കാലാവസ്ഥയും ഉണ്ടാവും. ഇത് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഈ സമയത്താണ് കൂടുതലും പെഹൽഗാമിൽ വരുന്നത്. ഈ സമയത്ത് നമുക്ക് മനോഹരമായ മഞ്ഞ് വീണ് കിടക്കുന്ന പെഹൽഗാം കാണാം. അതുപോലെ സ്കീയിങ് പോലെയുള്ള മഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെടുവാനും കഴിയാറുണ്ട്. ഇങ്ങോട്ട് നോക്കി എന്ത് രസമെന്ന് നോക്കി, ഏറ്റവും മനോഹരമായ വ്യൂ അത്. കാരണം റോഡിൻ്റെ ഒരു സൈഡിൽ അല്ലേ ഒരു അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നു, അതിനോട് ചേർന്ന് മലനിരകൾ, മുമ്പിലാണെങ്കിൽ മഞ്ഞുമലകൾ. ശരിക്കും എന്തൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ശരിക്കും എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു സൗന്ദര്യമാണ് ഈ പ്രകൃതിക്ക്. നമ്മളിൽ പോസിറ്റീവ് വൈബ് നിറച്ചൊഴുകുന്ന ഒരു പ്രദേശം. നമ്മൾ കാണുന്നു പെഹൽഗാമിൻ്റെ എന്താ പറയുക എൻട്രൻസ്. നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് പെഹൽഗാം അങ്ങനെ കാത്തു നിൽക്കുന്നു. ഝലം നദിയുടെ പ്രധാന ട്രിബ്യൂട്ടീസിലൊന്നായ ലിഡർ നദിക്കരയിലൂടെയുള്ള നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നോക്കിയാൽ നമുക്ക് കാണാം പുഴയിലും പുഴയുടെ ഇരുവശങ്ങളിലും ഒരു വലിയൊരു മഹാമാരിയും പ്രളയമുണ്ടായതിൻ്റെ റിമൈനിങ്സ്. മഞ്ഞുമലയിൽ നിന്നും മഞ്ഞുരുകി ഇങ്ങനെ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുക എന്നുള്ളത് ഈ നദിയിൽ സർവ്വസാധാരണമാണ്. 2025 വലിയൊരു പ്രളയത്തിൻ്റെ ബാക്കി പത്രങ്ങൾ, മുറിവുകളാണ് ഈ പ്രകൃതിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജവാൻ ഓർ അവാം അമാൻ ഹെ മഖാം എന്നത് ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആർമിയുടെയും പ്രാദേശിക ജനങ്ങളുടെയും ഐക്യം വ്യക്തമാക്കുന്ന ഒരു പ്രശസ്തമായ മുദ്രാവാക്യമാണ്. സൈനികരുടെയും സാധാരണ ജനങ്ങളുടെയും മുഖ്യ ലക്ഷ്യം സമാധാനമാണ് എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഇപ്പോൾ ഈ പുഴയ്ക്ക് കുറുകെ കണ്ട ആ പാലത്തിൻ്റെ പേര് യാന്നാർ പാലമെന്നാണ്. പെഹൽഗാം സന്ദർശിക്കുന്ന മിക്കവരും ഈ പാലത്തിൽ കയറി ഈ മുദ്രാവാക്യത്തിൻ്റെ പുറകിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് സാധാരണമാണ്, റീൽസ് ചെയ്യാറുമുണ്ട്. സൈന്യവും ജനങ്ങളും ചേർന്ന് പരിപൂർണ സമാധാനത്തിലേക്ക് എന്നെഴുതിയ ആ മുദ്രാവാക്യം ഹൃദയത്തിൽ ആവാഹിച്ച് ഈ നാടിൻ്റെ ഹൃദയഭൂമിയിലൂടെ യാത്ര തുടരുമ്പോൾ ഓർമ്മ വരുന്നത് ഈ നദിയിലുണ്ടായ വിവിധ വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ചാണ്. സമീപകാല ചരിത്രത്തിൽ ലിഡർ നദിയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് 2014 മഹാപ്രളയം. തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് നദിയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുകയും പെഹൽഗാമിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. 1893, 1929, 1957, 1959, 1992 എന്നീ വർഷങ്ങളിലും ഈ നദിയിൽ വൻതോതിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട്. 2025 ഓഗസ്റ്റിൽ മേഘ വിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ലിഡർ നദിയുടെ പ്രധാന ഉറവിടം കൊളഹോയ് ഹിമാനിയാണ്. വേനൽക്കാലത്ത് കനത്ത മഴയോടൊപ്പം മഞ്ഞുമലകൾ അതിവേഗം ഉരുകുന്നത് അപ്രതീക്ഷിത പ്രളയത്തിന് കാരണമാകുന്നു. ആഗോളതാപനം മൂലം കാശ്മീരിലെ ഹിമാനികൾ വേഗം ഉരുകുന്നത് പ്രളയ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കനത്ത കാറ്റും സമീപകാലത്ത് പെയ്ത ഏതോ ഒരു കലാമിറ്റിയിൽ ഫ്ലഡ് വന്നതിൻ്റെ ഭാഗമാണ് എല്ലാം പകർന്ന് കിടക്കുക. അവിടെ പാലം മാത്രം ബാക്കിയുണ്ട്. പുറകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യാത്ര തുടരുന്നു. 7 കിലോമീറ്റർ അല്ലേ, പെഹൽഗാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 കിലോമീറ്റർ മാത്രം. പച്ചയുടെ എപ്പോഴും പറയാനുള്ള പച്ചപ്പിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡുകളാണ് കാണുന്നത്. നമുക്ക് തീരെ പരിചിതമല്ലാത്ത മരങ്ങൾ. താഴെ കൂടെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ, അതഞ്ഞൊഴുകുന്ന അരുവി, തലതല്ലി ഒഴുകുന്ന പുഴ എന്നൊക്കെ പറയാമല്ലോ അല്ലേ. അക്കരെ കോണി ഫ്രഷ് പ്ലാന്റ്സ് വെറും ഇതായിരിക്കും, പൈൻ പോലെയുള്ള കോണി ഫ്രഷ് പ്ലാന്റ്സ് ആണ് ഉള്ളത്. ആവാം നമ്മൾ കറങ്ങി പോവാം. ഇല്ല വളഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ട് പോകണം എന്നാണ് എൻ്റെ ഇഷ്ടം. വണ്ടി ഇതാ ഇനി ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെയാണെങ്കിൽ നോക്ക്
മഞ്ഞമല. അതായത് ഇത് പോകുന്ന വഴിക്ക് മുഴുവൻ ഫുൾ പോലീസ് ചെക്കിംഗ് ആയിരുന്നു. പോലീസിലെ പട്ടാളത്തിൻ്റെ. അത് കാരണം മറ്റൊന്നുമല്ല, 2 വർഷം മുമ്പ് ഏപ്രിൽ 22-നാണ് ഇവിടെ ഇതുണ്ടായത്, നമ്മുടെ പഹൽഗാം അറ്റാക്ക്. അതിൻ്റെ ഇങ്ങോട്ട് നോക്കും. ഇത് അമർനാഥ് യാത്രയുടെ തുടക്കമാണോ? അതിൻ്റെ ആണല്ലേ ഇത്. ഫുൾ ചെക്ക് ചെയ്തിട്ട് ആൾക്കാരെ കയറ്റി വിടുന്ന വഴിയാണിത്. അമർനാഥ് യാത്രയുടെ ചെക്കിംഗ് പോയിന്റാണിത്. വെൽക്കം ടു യാത്രീസ്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരായിരിക്കും അല്ലേ? നോക്ക്, പുഴകൾ, തോടുകൾ, അരുവികൾ, പുഴകൾ. നുംറാൻ വാലി. നുംവാൻ ബേസ് ക്യാമ്പ്. അമർനാഥ് യാത്രയുടെ പെഹൽഗാമിലെ ബേസ് ക്യാമ്പായ നൻവാനിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2800 മീറ്റർ ഉയരത്തിലാണ് ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് പോകുവാൻ പ്രധാനമായും 2 വഴികളാണുള്ളത്. പെഹൽഗാം വഴിയുള്ള പരമ്പരാഗത പാത 48 കിലോമീറ്റർ ഉണ്ട് അതിന്. മറ്റൊന്ന് ബെൽത്താൽ വഴിയുള്ള ചെറിയ പാത 14 കിലോമീറ്റർ. ഇതിൽ പഹൽഗാം വഴി യാത്ര ചെയ്യുന്ന തീർത്ഥാടകരുടെ പ്രധാന നിയന്ത്രണ കേന്ദ്രവും താമസ സ്ഥലവുമാണ് നൻവാൻ ബേസ് ക്യാമ്പ്. Proper Pahalgam. Today you have plan go to buy horse, yes? കുതിരകളൊക്കെ പോണി റൈഡ്. आज क्या है? अच्छा. इधर से वोट्स पे जाना पड़ेगा. देखिए क्या होता है. Listen, listen. അങ്ങനെ പെഹൽഗാം എത്തി. ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വേറെ വണ്ടി വിളിച്ച് വേണം ബേത്താബാലിലേക്ക് പോകാൻ.